പ്ലസ് വണ്ണിലെ മൂന്നാമത്തെ പബ്ലിക് എക്സാം ആയിരുന്നു, അതായത് കെമിസ്ട്രിയുടെ എക്സാം ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു റിവ്യൂ പറയാനാണെങ്കിൽ എനിക്ക് പബ്ലിക് എക്സാം മോഡൽ എക്സാമിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസി ആയിട്ടാണ് തോന്നിയത്. അത് ഞാൻ കൂടുതൽ പഠിച്ചുകൊണ്ടാണ്, അതായത് മോഡൽ വെച്ച് നോക്കുമ്പോൾ പഠിച്ചതുകൊണ്ടാണോ അല്ലെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ അങ്ങനെ ആയിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി മോഡലിനെ വെച്ച് നോക്കുമ്പോൾ ഈസി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്യാവശ്യം എക്സ്ട്രാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയാവുന്ന സാധനത്തിൻ്റെ തന്നെ ബി വേർഷൻ എനിക്കറിയില്ല, എ വേർഷൻ എനിക്കറിയില്ല, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ ഓൾമോസ്റ്റ് ഓർഗാനിക്കിൽ നിന്ന് വന്ന ഏതോ 2 ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ഒഴികറ്റും ഞാൻ ബാക്കിയെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിൽ ഫസ്റ്റത്തെ സെക്ഷനിൽ ഞാൻ 1, 2, 4, 5 ആണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 1ൻ്റെ ആൻസർ വരുന്നത് 4 ആണ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്നത്. രണ്ടാമത്തേത് ഫ്ലൂറിൻ ആണ്, നാലാമത്തേത് ടെമ്പറേച്ചർ ആണ്, പിന്നെ അഞ്ചാമത്തേത് വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ സെക്ഷനിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് 6, 7, 8, 9, 10, 11, 12, 14 ഈ ക്വസ്റ്റ്യൻസൊക്കെയാണ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ തന്നെ എനിക്ക് മറ്റേ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇല്ലേ, കോമൺ അയോൺ എഫക്റ്റിൻ്റെ, അതിൻ്റെ എക്സാമ്പിൾ വെച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് നല്ല കൺഫ്യൂസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ 12ാമത്തെ ക്വസ്റ്റ്യൻ്റെയും എനിക്ക് എക്സാമ്പിൾ അത്ര വലിയ ഐഡിയ ഇല്ലായിരുന്നു, ആ 2 ക്വസ്റ്റ്യൻ്റെ എക്സാമ്പിൾ. പിന്നെ എന്തൊക്കെയൊക്കെ ആലോചിച്ച് എനിക്ക് അപ്പോൾ കിട്ടിയത് വെച്ച് ഞാൻ എഴുതിയിട്ടുള്ളത്, എത്രമാത്രം കറക്റ്റാണെന്ന് എനിക്ക് അറിയില്ല. പിന്നെ അതിന് 3ാമത്തെ സെക്ഷൻ, അതായത് 3 മാർക്കിൻ്റെ സെക്ഷനിൽ 16, 17, 18, 19, 22, 24, 25, 26 ഇതാണ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടേനെ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ എനിക്ക് 18ലെ ബി തെറ്റിപ്പോയിട്ടുണ്ട്. 18ലെ ബി എന്ന് പറയുന്നത് ശരിക്കും വരുന്നത് കാൽഷ്യ. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് മഗ്നീഷ്യ. ഞാൻ കാൽഷ്യം എഴുതിയിട്ട് അത് വെട്ടിയിട്ട് ഞാനത് മഗ്നീഷ്യ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോയിട്ടുണ്ട്, അവിടെ ഒരു 1/2 മാർക്ക് പോയി. അത് നമ്മൾ ക്ലാസ് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്തപ്പോൾ മനസ്സിലായതാണ്. ബാക്കിയൊന്നും ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. അങ്ങനത്തെ ഫസ്റ്റ് 1 മാർക്കും പിന്നെ ഇതൊക്കെ അങ്ങനെ മനസ്സിലായതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ മൊളാരിറ്റി എത്ര ആലോചിച്ചിട്ടും എനിക്ക് കിട്ടിയില്ല. അത്യാവശ്യം അത് വൃത്തിക്ക് പഠിച്ചതിന് പക്ഷേ എനിക്ക് കുറേ ഇങ്ങനെ ആലോചിച്ച് ലാസ്റ്റ് എത്രയോ കളിച്ചിട്ടാണ് എനിക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടേനെ. പിന്നെ എഴുതിട്ടോ അത് ഞാൻ അറ്റൻഡ് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എഴുതി. എനിക്കാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഇത് കിട്ടിയില്ല, ഞാൻ എൻ്റെ സ്വന്തം വേർഡ്സിലാണ് എഴുതി. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ആ ഒരു ആൻസറിന്, മൊളാരിറ്റീൻ്റെ ആൻസറിന്. പിന്നെ അതിന് ശേഷമുള്ള സെക്ഷൻ, അതായത് 4 മാർക്കിൻ്റെ സെക്ഷനിൽ ഞാൻ 5 എണ്ണം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്തായാലും ഞാൻ എഴുതിയത് കറക്റ്റ് ആണോ എന്ന് എനിക്ക് നല്ല ഡൗട്ട്. അപ്പോൾ എനിക്ക് ആദ്യം അത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ എൻ്റെതായ ഓൺ വേർഡ്സിലാണ് ഞാൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ടേനെ. അപ്പോൾ ഈ കാണാപ്പാടം പഠിക്കുന്നതിൻ്റെ പ്രശ്നം അത്. അപ്പോൾ ഞാനത് അങ്ങനെയാണ് എഴുതിയിട്ടുണ്ടേനെ. അപ്പോൾ അതെനിക്ക് ഡൗട്ട്, അതുകൊണ്ട് ഞാൻ എന്താക്കി, എനിക്ക് 31 അത്ര വലിയ പിടുത്തില്ല. അപ്പോൾ ഞാൻ 31 അറ്റൻഡ് ചെയ്തിട്ട് 29 അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 31ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഈ ലൈവ് കണ്ടിട്ട് അതിലെനിക്ക് അങ്ങനെ കേട്ടിട്ടുള്ള ഒരു അറിവിലുള്ളത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് ഫുൾ ഓൺ വേർഡ്സാണ്. പിന്നെ ഈ 29ാമത്തെ ക്വസ്റ്റ്യനും എൻട്രോപ്പി കറക്റ്റാ, സ്പോണ്ടേനിയസ് അതൊക്കെ എനിക്ക് അത്യാവശ്യം അറിയുന്നു. അപ്പോൾ അത് എഴുതി. അപ്പം ഇങ്ങനെയാണ് എൻ്റെ എക്സാം പേപ്പർ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് തോന്നിയിട്ടുള്ളത്. വലിയൊരു സീനില്ലായിരുന്നു. ഞാൻ ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ളൊക്കെ ഇംഗ്ലീഷ് അത്യാവശ്യം ടഫായിട്ട് മോഡലൊക്കെ മാറ്റി ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കിയുള്ള എക്സാമും അങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ ഈ മോഡൽ എക്സാമിൽ കെമിസ്ട്രി വലിയ കുഴപ്പമില്ലാത്ത രൂപത്തിലായതുകൊണ്ട് എൻ്റെ പ്രഡിക്ഷൻ പബ്ലിക് എക്സാമിൽ കെമിസ്ട്രി അത്യാവശ്യം ടഫാക്കും. നമ്മളങ്ങനെ ആൾ കേട്ടിട്ടുള്ളത്, ഈ മോഡലിൽ ഈസി ആണെങ്കിൽ പബ്ലിക്ക് ടഫാക്കും, അങ്ങനെയൊക്കെ ആൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിൽ പബ്ലിക്കിലേക്ക് ടഫ് ആയിരിക്കും. എന്നിട്ട് കംപ്ലീറ്റ് അതായത് ഫുള്ള് പേടിച്ചിട്ടാണ് പോയത്. കാരണം എനിക്ക് ഓർഗാനിക് എന്ന് പറഞ്ഞ സാധനം, ഓർഗാനിക്കും ഹൈഡ്രോ കാർബണും പെട്ടെന്ന് റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്താൽ എനിക്ക് മനസ്സിലാവണില്ല. അതിൻ്റെ നല്ലോണം പ്രാക്ടീസ് ചെയ്താലായിരിക്കും ചിലപ്പോൾ മനസ്സിലാവുക. എനിക്കിപ്പോഴും വൃത്തിക്കാൻ സാധനം അറിഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ ഈ ഒരു ലെവലിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടേനെ. ഓർഗാനിക്കും ഹൈഡ്രോ കാർബണും അത്യാവശ്യം കുഴപ്പമില്ലാണ്ടെയും പഠിച്ച് ബാക്കിയുള്ളത് നല്ല വൃത്തിക്കും പഠിച്ചു, അങ്ങനെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ എക്സാം പേപ്പറിൻ്റെ അവസ്ഥ. ഇതിൽ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. നിങ്ങൾക്ക് ഈ എക്സാം കെമിസ്ട്രീൻ്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരുടെ സജഷൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണ് ടഫായിട്ട് ഫീൽ ചെയ്തത് എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. എന്നാൽ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.